പഠിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു പ്രോപ്പറായിട്ടുള്ള സ്കില്ല് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ നമ്മൾ ഏത് മേഖലയിലേക്കാണ് തിരിയേണ്ടതെന്നുള്ള കാര്യങ്ങളിലോ നമുക്ക് ആരും ഒരു പ്രോപ്പർ ഗൈഡൻസ് തന്നിട്ടുണ്ടാവില്ല. നമ്മൾ ചെറുപ്പകാലഘട്ടത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും മാർക്കിന് പുറകെയായിരുന്നു ഓടുന്നത്. അടുത്ത് തന്നെ പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാത്തവൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്നവൻ, അങ്ങനെ ഒരു വേർതിരിവ് ചെറുപ്പകാലം തൊട്ടേ ഉണ്ടാകും. അതെല്ലാ ക്ലാസ്സുകളിലും എത്രയൊക്കെ കാലഘട്ടം മാറിയെന്ന് പറഞ്ഞാലും ആ ഒരു വേർതിരിവ് സ്കൂളുകളിൽ ഉണ്ടാകും. അതിനകത്ത് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ സബ്ജക്റ്റിന് തോറ്റ് കഴിഞ്ഞാലോ ആ ഒരു കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും മാറിയിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഇപ്പോഴും അറിയാമല്ലോ, ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ പോയി പഠിക്കും, അതിനുശേഷം ട്യൂഷൻ, ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു ആപ്പുകൾ ത്രൂ ഉള്ള ട്യൂഷന്, അതുകൂടാതെ ഓരോ സബ്ജക്റ്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ടീച്ചേഴ്സിനെ വെക്കുന്നു. അങ്ങനെ മാർക്കിന് പുറകെ ഉള്ളൊരു ഓട്ടമാണ് എല്ലാവരും. എല്ലാ പേരൻസും തിരക്കാണെങ്കിലും മക്കൾക്ക് ഈ പറഞ്ഞ ട്യൂഷനൊക്കെ മാക്സിമം അവരുടെ കൊടുത്ത എഡ്യൂക്കേഷനിലെ കൂടുതൽ മാർക്ക് എങ്ങനെ നേടിയെടുക്കാമെന്നുള്ള ചിന്തയാണ് വരുന്നത്. നമ്മളൊരു കുറേ കാലഘട്ടം കഴിഞ്ഞിട്ട് ഈ ഒരു ജോലിക്ക് കയറുന്ന സമയത്താണ് അപ്പോൾ എനിക്ക് ഇതിന് ഇത്രയും മാർക്കിൻ്റെ ആ സമയത്ത് ആവശ്യം ഉണ്ടായിരുന്നത്, എനിക്ക് മാർക്കിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നുള്ള കാര്യം. ഇപ്പം സ്കൂളുകളിലാണെങ്കിലോ അല്ലെങ്കിൽ കോളേജുകളിലാണെങ്കിലോ ഒരു എക്സൽ കൂട്ടുള്ള കാര്യങ്ങളിനകത്തൊരു അപ്ഡേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഫീൽഡിൽ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടാവും. പിന്നെ സ്കൂളുകളിലാണ് നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഏത് മേഖലയിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത് ആരും പറഞ്ഞു തരാറില്ല. ചില ആൾക്കാർക്ക് മ്യൂസിക്കൽ റിലേറ്റഡ് ആയിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, ഡാൻസ് റിലേറ്റഡ് ആയിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, സ്പോർട്സ് റിലേറ്റഡ് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, ചെറുപ്പം തൊട്ടേ ബിസിനസ് എന്നൊരു മൈൻഡ് സെറ്റിൽ പോകുന്ന ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ട് മാറാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് തിരിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ആ സമയത്ത് ആരും ആ ഒരു താല്പര്യത്തെ പറ്റി ചിന്തിക്കാറില്ല. എത്രത്തോളം മാർക്ക് നേടിയെടുക്കാം, ഒരു ഔട്ട് ഓഫ് 50 ഒരു 49 അല്ലെങ്കിൽ 48 ഒക്കെ താഴെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ നാണക്കേടാണെന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇപ്പം കുറഞ്ഞ സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ നാണക്കേടുണ്ടാകും. പേരൻസ് മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് ആ കുട്ടിയെ ചിലപ്പോൾ പേരൻസിന് ഫ്രണ്ട് ഇട്ട് ഇതാക്കും. അതിൻ്റെ ബാക്കിയായിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കി കേൾക്കേണ്ട ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പ്രഷറൊക്കെ താങ്ങിയിട്ടാണ് ഈ കുട്ടികളൊക്കെ പോകുന്നത്. ഓരോ ക്ലാസ്സുകളിലെ ബുക്കിൻ്റെയൊക്കെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ബുക്കുകളുടെയൊക്കെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ കണ്ണു തള്ളിപ്പോവും. കാരണം ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും ലോഡാണ്, ഓരോ ഓവർലോഡ് എടുത്തിട്ടാണ് പഠിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്തിൽ കുട്ടികളുടെ സ്കില്ല് എന്താണ്, അല്ല അവർക്ക് താല്പര്യം എന്താണ്, അതിൻ്റെ ബേസ് സബ്ജക്റ്റുകൾ സെറ്റ് ചെയ്തിട്ട്, ഇപ്പം ഡാൻസ് പഠിക്കണമെങ്കിൽ അതിൻ്റെ മേഖലയിൽ ഒരു സബ്ജക്റ്റുകൾ സെറ്റ് ചെയ്ത് അവർ ആ ഒരു ഫീൽഡിലേക്ക് തിരിക്കാനോ, അല്ലെങ്കിൽ IT റിലേറ്റഡ് ആ മേഖലയിലേക്ക് തിരിക്കാനോ, അല്ലെങ്കിൽ ഇപ്പം ഈ മെഡിസിൻ റിലേറ്റഡ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ആ മേഖല ചെറുപ്പം തൊട്ട് അങ്ങനത്തെ സബ്ജക്റ്റുകൾ കൂടുതലായിട്ട് ആഡ് ഓൺ ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എല്ലാവർക്കും ഒരേ സബ്ജക്റ്റ്, ഒരേ സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഈ പറഞ്ഞ അവരുടെ ഒരു സ്കില്ല് കണ്ടെത്തി ആ മേഖലയിലേക്ക് തിരിയാനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല. അപ്പം നമ്മളുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രാധാന്യം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് മാറ്റുവാണെങ്കിൽ കുറേ ആളുകൾക്ക് കുറേ മേഖലയിലേക്ക് തിരിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞൊരു ഒരു ജോലിക്ക് വന്നത് പല ആളുകളും പറയുന്ന മേഖലയിലെ ജോലിക്കായിരിക്കും നമ്മൾ തിരിയുന്നത്. അപ്പം നമ്മൾ അവിടെ ചെല്ലുന്നു ഒരിക്കലും ഇഷ്ടപ്പെട്ടായിരിക്കില്ല, കഷ്ടപ്പെട്ടായിരിക്കും ആ ജോലി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് ഒരു ജോലി ചെയ്യുന്നതും കഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ പ്രാരാബ്ദങ്ങൾ കടന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് തിരിയാൻ കഴിയുകയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ആവശ്യകത നമ്മുടെ നാട്ടിലില്ലേ? അങ്ങനെ ഒന്ന് സിസ്റ്റം മാറ്റിക്കഴിഞ്ഞാൽ എന്തോരം ആളുകൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ ആ മേഖലയിലേക്ക് തിരിയാനുള്ള ഓപ്ഷനും കിട്ടത്തില്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു രീതിയിലേക്ക് ആരും ചിന്തിക്കാതെ നമ്മളിപ്പോഴും ഒരു പഴയ ഒരു സെയിം സിസ്റ്റത്തിൽ തന്നെ ഇപ്പോഴും ഫോളോ ചെയ്തു പോകുന്നത്? ചിലപ്പോൾ ഞാൻ പറയുന്നത് ശരിയാവാം, തെറ്റാവാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?